ഇതൊരിക്കലും പാകിസ്ഥാൻ ഉപയോഗിക്കേണ്ടി വരില്ല എന്നുള്ള രീതിയിൽ പാകിസ്ഥാന് ചൈന നൽകിയത്. കാരണം ചൈനയ്ക്ക് അങ്ങനെ ഒരു ചരിത്രമുണ്ട്. നല്ല എക്യുപ്മെൻ്റ് എല്ലാം തങ്ങളുടെ കയ്യിൽ വെച്ചിട്ട് ഏതെങ്കിലും ഉപയോഗശൂന്യമോ അല്ലെങ്കിൽ ഉപയോഗം സാധ്യത കുറവുള്ള എക്യുപ്മെൻറ്റോ ഈ ഇതേപോലുള്ള പാവപ്പെട്ടോ അല്ലെങ്കിൽ വലിയ സാമ്പത്തിക ശേഷിയില്ലാത്ത രാജ്യങ്ങൾക്ക് വില കുറച്ച് അവരുടെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് വാങ്ങുകയും അതോടൊപ്പം പൈസ വാങ്ങുകയും ചെയ്യുകയാണ്. അപ്പോൾ അത് നമുക്ക് ഏറ്റവും നല്ലൊരു സന്തോഷ വാർത്തയാണ്. കാരണം ഒന്ന്, പാകിസ്ഥാൻ്റെ ആ ഒരു പ്രതിരോധ എയർ ഡിഫൻസ് സിസ്റ്റത്തെ തകർത്തു. അതിന് ചൈനീസ് എക്യുപ്മെൻറ്റിൻ്റെ ഒരു കഴിവുകേട് അവിടെ വ്യക്തമാക്കപ്പെട്ടു. പിന്നീട് നാം നടത്തിയ എല്ലാ ആക്രമണങ്ങളും അത് മിലിറ്ററി ടാർഗറ്റുകൾ വളരെ കൃത്യമായി തിരഞ്ഞെടുത്തുകൊണ്ടാണ് നാം ചെയ്തത്. പക്ഷേ പാകിസ്ഥാൻ ചെയ്തത് നമ്മുടെ സിവിലിയൻസിനെ അറ്റാക്ക് ചെയ്യുന്നത് വളരെ ദുഃഖകരമായ കാഴ്ചയാണ് കണ്ടത്. അത് സിവിലിയൻസിനെ മാത്രമല്ല, അവരുടെ പ്രോപ്പർട്ടിയും മനുഷ്യൻ്റെ ആയുസ്സിനെയും മാത്രമല്ല നഷ്ടമാക്കിയത്. അവർ ചെയ്ത് നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഗുരുദ്വാരകൾ ആക്രമിച്ചു, മോസ്കുകൾ, മദ്രസകൾ ആക്രമിച്ചു, ക്രിസ്ത്യൻ സ്കൂൾ ആക്രമിച്ചു, ഹിന്ദു ക്ഷേത്രങ്ങൾ ആക്രമിച്ചു. എന്നിട്ട് അവിടെ നിന്നും ഒരു പ്രൊപ്പഗാൻഡ വാർ അഴിച്ചുവിട്ടു. ഇന്ത്യ ഗുരുദ്വാര ആക്രമിച്ചു, ഇന്ത്യ മസ്ജിദ് ആക്രമിച്ചു എന്നുള്ള രീതിയിൽ ഒരിക്കലും നടന്നിട്ടില്ലാത്ത കാര്യങ്ങൾ നടന്നു എന്ന് പറഞ്ഞ് ഈ അസീം മുനീർ നേരത്തെ ആർമി ചീഫ് പറഞ്ഞതുപോലെ ഇന്ത്യയിലെ അല്ല, ലോകത്തെ മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും അവർ രണ്ട് തരം ജനതകളാണ്. ഒരിക്കലും അവർക്ക് ഒന്നിച്ച് ജീവിക്കാൻ കഴിയുകയില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസ്താവനകൾ ഒരുപക്ഷെ അവർ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് കൂടി ഒരു സന്ദേശമായിരുന്നു. ഇന്ത്യയിൽ അസ്ഥിരത ഉണ്ടാക്കണം, മതസ്പർദ്ധ ഉണ്ടാക്കണം. പക്ഷേ നാം ഏറെ സന്തോഷിക്കേണ്ട കാര്യം, ഇന്ത്യയിലെ മുസ്ലിങ്ങളോ ഹിന്ദുക്കളോ ഇത് ഏറ്റുപിടിച്ചിട്ട് പരസ്പരം പഴിചാരാനോ പരസ്പരം ആക്രമിക്കാനോ പരസ്പരം പ്രസ്താവനകൾ നടത്തുവാൻ പോലും തയ്യാറായില്ല എന്നുള്ള വലിയൊരു മഹത്തായ സന്ദേശമാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്.